നമസ്കാരം. മീഡിയ 7-ൻ്റെ ചായ് ചാറ്റ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥിയായി വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഭക്ഷണത്തിന് പുറമെ മധുരം കിട്ടുന്നത് സംഗീതത്തിലൂടെ ആയിരിക്കും. നമ്മുടെ കൂടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ മലയാളിക്ക് അദ്ദേഹം സമ്മാനിച്ചത് കയ്യും കണക്കുമില്ല. പക്ഷേ അദ്ദേഹത്തെ വേണ്ടുന്നത്ര നമുക്ക് പരിചയമില്ലാതെ പോയി. അതുപോലൊരു അത്ഭുത മനുഷ്യനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ബാബു നാരായണൻ, മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബാബു ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബാബു ചേട്ടാ, ബാബു ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് ആസ്വദിച്ച ചില വ്യക്തികളിൽ ഞാനും ഉണ്ട് അക്കൂട്ടത്തിൽ. അപ്പോൾ ബാബു ചേട്ടൻ്റെ പാട്ടുകൾ ഏകദേശം ഹിറ്റാണ്. മലയാളികൾ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്ത പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബാബു ചേട്ടനാണെന്ന് ഒരിക്കലും ആർക്കും അറിയില്ല. കുറച്ച് പേർക്ക് അറിയാം, വളരെ കുറച്ച് പേർക്ക്. അങ്ങനെ ഹിറ്റായിട്ടുള്ളൊരു പാട്ട് ഏതായിരുന്നു? അങ്ങനെ ഇപ്പോൾ ഹിറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകം മൊത്തം ഒരു ഹിറ്റായി പാട്ടുണ്ട്. ഞാൻ എഴുതിയാണെന്ന് അറിഞ്ഞത് 20 വർഷങ്ങൾക്ക് ക്ഷേത്രമാണ്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എഴുതിയ പാട്ടാണെന്ന് അറിയുന്നത്. 20 വർഷം 20 വർഷം എടുത്തു. നമ്മുടെ നന്ദഗോവിന്ദ ഭജൻസാണ് ഈ പാട്ട് ലോകത്തെത്തിച്ചത്. അത് നമ്മുടെ ചുനക്കര ഒരു പ്രവാസി കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവർ ക്ഷേത്രത്തിൽ ഈ നന്ദഗോവിന്ദത്തിൻ്റെ ഭജൻസ് വെച്ചു. അങ്ങനെ അന്നാണ് അവർ അനൗൺസ് ചെയ്യുന്നത് ഈ പാട്ട് ചെയ്തിരിക്കുന്നത് ബാബുനാരായണൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അവർ അനൗൺസ് ചെയ്യുകയാണ് ഇത്. അവരും അതിൻ്റെ തലേന്ന് അറിയുന്നത് ഈ 20 വർഷത്തിന് മുമ്പ് എഴുതിയ പാട്ടാണ്. ബാബുനാരായണൻ എന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടുകാരനായ ഒരു ചേട്ടനാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നന്ദഗോവിന്ദം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന പാട്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പാടി. ആ പാട്ട് അത് സാറിനറിയോ? അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ പാട്ട് കേട്ടിട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. അങ്ങനെ ജനങ്ങളേറ്റെടുത്തൊരു പാട്ട്. അതെ. ഭക്തിഗാനങ്ങൾ എത്ര എണ്ണം മൊത്തം ചെയ്തിട്ടുണ്ട്? ഭക്തിഗാനം എന്തായാലും ഒരു മൊത്തത്തിലൊരു 1500 കൂടുതൽ പാട്ട് എഴുതിയിട്ടുണ്ട്. 1500 പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അനുശ്വരി ഓഡിസിന് വേണ്ടി ഒരു 1000 പാട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 1000 പാട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 1000 പാട്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. ഏത് അത് നമുക്ക് നമ്മളോട് പറയാൻ പറ്റുന്നതാണോ? ആ പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഏറ്റവും അടുത്ത ഒരു പാട്ട് അതിനകത്തിൽ ഒരു ഭദ്രകാള സ്തുതിയുണ്ട്. അതിങ്ങനെയാണ്: പനങ്കൂല ചേലത്ത ചുരുൾമൂടിയിൽ അണിതിങ്കൾ പൊൻകല തിരുകിയമ്മ, പച്ചില കണ്ണാടി തിരുമുഖത്ത് കൊടിയവ സൂരിയെ കരുതിയമ്മ, ആനയും സിംഹവും തോടയാക്കി മാറിൽ തലയോട്ടി മാലയെ അണിഞ്ഞോരമ്മ. ഇങ്ങനെ നടക്കുന്നൊരു പാട്ടുണ്ട് അതിനകത്തിൽ. അങ്ങനെ വെറൈറ്റി ആയിട്ട് എഴുത്തിൻ്റെ വിവിധ മേഖലകൾ. ഞാനൊരിക്കൽ MG ശ്രീകുമാർ സാറുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ ഈ ബാബുച്ചേട്ടൻ്റെ കാര്യം ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു വന്നതും പുള്ളി ചാടിക്കയറി പറഞ്ഞു, ബാബു നാരായണൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, വളരെ കഴിവുള്ളൊരു മനുഷ്യനാണ്. ഞങ്ങൾ ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട്. MG ശ്രീകുമാർ സാറുമായിട്ട് എത്ര പാട്ട് ചെയ്തിട്ടുണ്ട്? MG ചേട്ടനായിട്ട് ഇപ്പം 6 പാട്ട് ചെയ്തിട്ടുണ്ട്. 6 പാട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പാട്ടുകളാണ് അദ്ദേഹം പാടി. ഇപ്പോൾ ലാസ്റ്റും ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മുരുകൻ്റെ പാട്ട് പാടിയാണ്. സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടി തന്നിട്ടുണ്ടായിരുന്നു. ആരോ പറഞ്ഞു എന്നൊരു സാറ് കേട്ടിട്ടുള്ള പാട്ടല്ലേ? അതെ. ആരോ പറഞ്ഞു. നല്ല പാട്ടാണ്. അതിൻ്റെ ഒരു വരി അത് എഴുതിയിരിക്കുന്നതും ഞാൻ തന്നെ. അതെ. അതിൻ്റെ വരി: ആരോ പറഞ്ഞു നീ എൻ്റേതെന്ന്, വെള്ളാരം കല്ലേ നീ എൻ്റേതെന്ന്. ഇങ്ങനെ ഒരു പാട്ടാണ്. ഞാൻ കേട്ടു. നല്ല പാട്ടാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കാനായിട്ട് വരികയായിരുന്നു. ബാബുച്ചേട്ടനെ കുറിച്ച് ഞാൻ അറിഞ്ഞതാണ്. അതിവിടെ പറയാൻ പറ്റൂല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയും. ബാബുച്ചേട്ടൻ ഒരു പാട്ട് ചെയ്തു കൊടുത്താൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ പൈസ തരാൻ വേണ്ടി പിന്നെ ബാബുച്ചേട്ടൻ്റെ പുറകെ നടക്കുന്നത്. ബാബുച്ചേട്ടൻ്റെ ഈ പൈസയൊന്നും വേണ്ട,
പിന്നെ പ്രശസ്തി വേണ്ട, ചെയ്യും അങ്ങ് പോവും. എന്താണ് അങ്ങനെ ഒരു മൈൻഡിലേക്ക് വരാനുള്ള കാര്യം? അങ്ങനെ അതെന്ത് കലയോടുള്ളൊരു അർപ്പണം കൊണ്ട് അങ്ങനെ പൈസ നോക്കാറില്ല വർക്കുകൾക്കൊന്നും. നമ്മളങ്ങനെ പൈസ പറഞ്ഞ് ഇത്ര പൈസ എനിക്ക് വേണം. ഒരു വർക്ക് ചെയ്യിപ്പിച്ചാൽ ആ വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രശസ്തിയും വേണ്ട, പ്രശസ്തി വന്നു ചേരുന്നില്ല. അത് നമ്മുടെ കാര്യമല്ലല്ലോ. ആവശ്യമില്ലാത്ത പരസ്യങ്ങൾക്കൊന്നും പോകാറില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്ത സമയങ്ങളിലായിട്ട് ബാബുച്ചേട്ടനെ അറിഞ്ഞു തുടങ്ങി പല പിന്നെ പുരസ്കാരങ്ങളും പിന്നെ എല്ലാം തേടി വരുന്നുണ്ട് ബാബുച്ചേട്ടനെ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഞാൻ കാണുന്നുണ്ട് ബാബുച്ചേട്ടൻ്റെ പല പ്രോഗ്രാമിനൊക്കെ ക്ഷണിക്കുന്നതായിട്ട്. അതെങ്ങനെയാണ് ഇപ്പം ആൾക്കാർ അറിഞ്ഞു വന്നത്? അത് ഈ ഒരു 25 വർഷത്തെ തപസ്സിൻ്റെ കലയ്ക്ക് വേണ്ടി അർപ്പിച്ചതിൻ്റെ അങ്ങനെ പറ്റിയതാണ്. പറഞ്ഞില്ല, നമ്മളൊന്നും പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയോ അന്ന് പോയില്ല. നമ്മൾ കല എഴുത്ത് പാട്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ അവസാനം ദൈവം നമ്മളെ ഒരിടത്ത് എത്തിച്ചു എന്ന് പറയും. എത്തിയില്ല, ഇനിയും കിടക്കുന്നു. എൻ്റെ ആശാൻ പറഞ്ഞല്ലോ, എൻ്റെ ആശാനെ എന്നെ പഠിപ്പിക്കാൻ ഫസ്റ്റിൽ സോപാന സംഗീതം എൻ്റെ ജോലി. അപ്പോൾ എൻ്റെ ആശാനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ബാബു നമ്മൾ എന്തെങ്കിലും പഠിച്ചെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ ആ അറിവിൻ്റെ പടി ഇറങ്ങുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോഴും തോന്നുന്നു നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കും. എത്തിയില്ല, പറഞ്ഞ പോലെ ഞങ്ങൾ എത്തിച്ചേർന്നില്ല.